5000 ആക്കുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ വെച്ച് പറയരുത്. അതെ, 2000 ആയിട്ടുണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യമേ, കേരളം ഒരു കാലത്തും നേരിട്ടിട്ടില്ലാത്ത പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടുള്ള സമീപനം കേന്ദ്രത്തിൽ നേരിട്ടൊരു കാലമാണ്. ഒടുവിൽ അതെല്ലാം മാധ്യമങ്ങളും അംഗീകരിച്ചല്ലോ. ഇപ്പൊ ബജറ്റ് വന്നപ്പോൾ എല്ലാവരും എഡിറ്റോറിയൽ എഴുതി. ഇത്രയും ഞെരുക്കത്തിനിടയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമില്ല. ഈ ഗവൺമെന്റ് അല്ലായിരുന്നെങ്കിൽ പെൻഷന്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഇത്രയും വലിയ ഞെരുക്കലൊന്നും ഇല്ലാതിരുന്നിട്ടും 18 മാസത്തെ കുടിശ്ശിക പണ്ടുണ്ടായിരുന്നു 10 കൊല്ലം മുമ്പ്. എന്താകുമായിരുന്നു എന്നുള്ളത് ആലോചിച്ചാൽ മതി. സർക്കാർ ജീവനക്കാർക്ക് കൊടുത്ത വാഗ്ദാനവും പാലിച്ചല്ലോ. സ്ട്രേ ഡോഗ്സിന്റെ കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. നമ്മളിപ്പോൾ ഒരു നിയമനിർമ്മാണത്തിന് നോക്കിയതാണ്. പക്ഷേ നമുക്ക് കിട്ടിയ നിയമോപദേശം സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര ചട്ടങ്ങൾ മാറാതെ മാർഗമൊന്നുമില്ല. അല്ലെങ്കിൽ സുപ്രീം കോടതി കനിയണം. ഞാൻ പലതവണ ആവർത്തിച്ചതാണ്. 19 ABC സെന്ററുകൾ നമ്മൾ സ്ഥാപിച്ചു. സെക്രട്ടറി എന്ന് പറഞ്ഞോളൂ. അതിപ്പോ നേരത്തെ ഈ എത്ര മൈക്രോ സെക്കൻഡ് എടുത്തു ഫയൽ ഒപ്പിടാന്ന് ചോദിച്ചില്ലേ, അതിന് മറുപടി പറയാൻ പറ്റൂ. നമ്മുടെ ഒരു ദുര്യോഗതാണ് ഇമാതിരിയുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാം. ഞാൻ നിങ്ങളുടെ ചോദ്യമല്ല പറഞ്ഞ അദ്ദേഹത്തിന്റെ. അതൊക്കെ മനസ്സിലാക്കാൻ വിവേകമുള്ള ആൾക്കാർ കേരളത്തിലുണ്ട്. രണ്ടും മനസ്സിലാവും. ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ സ്ഥിതി മനസ്സിലാവും, വസ്തുത ആൾക്കാർക്ക് മനസ്സിലാവും. അതിപ്പോ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ എല്ലാ നടപടിയും സ്വീകരിക്കുന്നു. തദ്ദേശ വകുപ്പിന്റെ സെക്രട്ടറി നോർക്കയുടെ കൂടി സെക്രട്ടറിയാണ്. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ നോർക്കയുടെ കൺട്രോൾ റൂമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെയും അവലോകന യോഗം, ഉന്നത ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം എടുത്തിട്ടുണ്ടായിരുന്നു. അപേക്ഷ അർഹരായ ആളുകൾക്ക് അപേക്ഷിക്കാൻ ഇപ്പോഴും അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപേക്ഷിക്കാത്ത അർഹരുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും അപേക്ഷിക്കാം. ഇപ്പൊ വർദ്ധിപ്പിച്ചല്ലേ ഉള്ളൂ. 400 രൂപ ഒറ്റയടിക്കല്ലേ 400 രൂപ വർദ്ധിപ്പിച്ചത്. പിന്നെ അതിന് മറുപടി പറയേണ്ട ആള് ഞാനല്ല, ധനകാര്യമന്ത്രിയോട് ചോദിക്കായിരിക്കുന്നല്ലോ. 5000 ആക്കുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ വെച്ച് പറയരുത്. അതെ, 2000 ആയിട്ടുണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യമേ, കേരളം ഒരു കാലത്തും നേരിട്ടിട്ടില്ലാത്ത പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടുള്ള സമീപനം കേന്ദ്രത്തിൽ നേരിട്ടൊരു കാലമാണ്. ഒടുവിൽ അതെല്ലാം മാധ്യമങ്ങളും അംഗീകരിച്ചല്ലോ. ഇപ്പൊ ബജറ്റ് വന്നപ്പോൾ എല്ലാവരും എഡിറ്റോറിയൽ എഴുതി. അത് ഞാൻ അതിനെ എന്താ പറയുക, വളരെ പ്രധാനമായി കാണുകയും ചെയ്യുന്നു. സന്തോഷമുണ്ട് അതിൽ. കാരണം എന്താ അറിയോ, കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സ്വരം ഒരു വനരോധനമായിട്ട് ഇങ്ങനെ അവശേഷിക്കുക, ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ യൂണിയൻ ബജറ്റ് കൊണ്ടുണ്ടായ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് എല്ലാ മാധ്യമങ്ങളും അംഗീകരിക്കുകയും ശക്തമായി മാധ്യമങ്ങൾ അതിൽ പ്രതികരിക്കുകയും ചെയ്തു. എഡിറ്റോറിയൽ എഴുതി പ്രതികരിക്കുകയും ചെയ്തു. ആമമുട്ടയുടെ കഥയൊക്കെ നിങ്ങൾ തന്നെ നന്നായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത്തരം ഒരു കാലത്താണ് 400 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച് 2000 ആക്കിയത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇത്രയും ശ്വാസം മുട്ടിക്കലിന് കേരളം വിധേയമായിട്ടുള്ളൊരു കാലത്താണ്. നമ്മുടെ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള നികുതി വിഹിതം വെട്ടിക്കുറച്ചു. നമുക്ക് അനുവദിച്ച തുക തന്നെ യഥാസമയം നൽകാതെ, ഇപ്പൊ നെല്ല് സംഭരണം 2000 കോടിയോളം കിട്ടാനിരിക്കുകയാണ്, നൽകാതെ പിടിച്ചു വെച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് പിടിച്ചുവെച്ചു. അതൊരു ഭാഗത്ത്. നികുതി വിഹിതം വെട്ടിക്കുറച്ചത് വേറൊരു ഭാഗത്ത്. അതിനു പുറമെ വായ്പാ പരിധി വെട്ടിച്ചുരുക്കിയത്. വായ്പാ പരിധി കിഫ്ബി എടുത്ത വായ്പ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ബാധകമാക്കിയിട്ട് FRBM ആക്ട് പ്രകാരം നമുക്ക് ലഭ്യമായ GSDPയുടെ 3% പോലും അനുവദിക്കുന്നില്ല. എന്നാൽ കേന്ദ്രത്തിനോ ഈ 3% എന്നുള്ളത് അവർക്കും ബാധകമായ വ്യവസ്ഥയാണ്. അവർ 5% എടുക്കുകയാണ്. അവർക്കിതൊന്നും ബാധകമല്ല. സംസ്ഥാനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുക. കേരളത്തിന്റെ കാര്യം വന്നാൽ ഈ 3% തരുന്നില്ല. ഇത്രയും ഞെരുക്കത്തിനിടയിൽ നമ്മൾ
ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമില്ല. ഈ ഗവൺമെന്റ് അല്ലായിരുന്നെങ്കിൽ പെൻഷന്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഇത്രയും വലിയ ഞെരുക്കലൊന്നും ഇല്ലാതിരുന്നിട്ടും 18 മാസത്തെ കുടിശ്ശിക പണ്ടുണ്ടായിരുന്നു 10 കൊല്ലം മുമ്പ്. എന്താകുമായിരുന്നു എന്നുള്ളത് ആലോചിച്ചാൽ മതി. സർക്കാർ ജീവനക്കാർക്ക് കൊടുത്ത വാഗ്ദാനവും പാലിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഇല്ലായിരുന്നു ധരിക്കുക. എന്നാൽ കേരളം എത്ര ഉയരത്തിലെത്തുമായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. കേട്ടില്ല. അതെന്റെ ശ്രദ്ധ വന്നിട്ടില്ല. എന്തായിരുന്നു? കോർപ്പറേഷനാണോ? അത് അന്വേഷിക്കണം. അത് എനിക്ക് എന്റെ ശ്രദ്ധയിലത് വന്നിട്ടില്ല. അത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ പാർക്കിംഗ് ചട്ടങ്ങളിലാണ് ഇളവ് വരുത്തിയത്. അതായത് ഓഫ് സൈറ്റ് പാർക്കിംഗ് അനുവദിച്ചു. 200 മീറ്റർ ചുറ്റളവിനുള്ളിൽ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടായാൽ മതി എന്നുള്ളത്. അത് കെട്ടിട നിർമ്മാണ മേഖലയിൽ നിന്ന് ഏറെക്കാലമായിട്ട് ഉയർന്നു വന്ന ആവശ്യങ്ങളൊക്കെ ആയിരുന്നത്. ഇത് ഗൗരവമായിട്ട് പരിശോധിക്കാൻ വന്ന കാര്യം എന്താന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, തദ്ദേശ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഉള്ള കാര്യങ്ങൾ പറയാൻ ആണ്. രാഷ്ട്രീയ കാര്യങ്ങൾ നമുക്കിനിയും പറയാം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും അതൊക്കെ പറയാം. മറ്റൊരവസരത്ത് ആക്കല്ലേ നല്ലത്. സ്ട്രേ ഡോഗ്സിന്റെ കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. നമ്മളിപ്പോൾ ഒരു നിയമനിർമ്മാണത്തിന് നോക്കിയതാണ്. പക്ഷേ നമുക്ക് കിട്ടിയ നിയമോപദേശം സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര ചട്ടങ്ങൾ മാറാതെ മാർഗമൊന്നുമില്ല. അല്ലെങ്കിൽ സുപ്രീം കോടതി കനിയണം. ഞാൻ പലതവണ ആവർത്തിച്ചതാണ്. 19 ABC സെന്ററുകൾ നമ്മൾ സ്ഥാപിച്ചു. സെക്രട്ടറി എന്ന് പറഞ്ഞോളൂ. നമുക്ക് മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് 19 ABC സെന്റേഴ്സ് നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ കൺസ്ട്രക്ഷനിൽ ഇപ്പോൾ ഏകദേശം 14 എണ്ണം ഉണ്ട്. അപ്പോൾ അത് പടിപടിയായിട്ട് ഈ സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്ട്രിഞ്ചൻ്റ് ആണ് നോംസ് എന്നുള്ളതുകൊണ്ടും ഒക്കെ അത് പടിപടിയായിട്ട് ഉയർത്താനേ പറ്റുന്നുള്ളൂ. അപ്പോൾ അത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണം കൂട്ടുക എന്നുള്ളൊരു പ്രോസസ്സ് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഞാനത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാലേ, രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി പറയാൻ വിരോധം ഉണ്ടായിട്ടല്ല. പിന്നെ ഇതെല്ലാം പോവും. അത് മാത്രമേ ഉണ്ടാവൂ. അപ്പം അത് വേണ്ടെന്നുള്ളതുകൊണ്ടാണ്. പാർക്കിങ്ങിന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു ചില സ്വകാര്യ സ്ഥാപനങ്ങൾ അവരുടെ സ്ഥലത്ത് പാർക്കിംഗ് അനുവദിച്ചതിന് പൈസ വാങ്ങിയതാണെന്ന് തോന്നുന്നു. അത് നമുക്ക് നിയന്ത്രിക്കാൻ മാർഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ സ്കൂളിലാണ്. അതെ, പാർക്കിംഗ് മറ്റേ അവരുടെ സ്ഥലം ഉപയോഗിച്ച് കൊടുക്കും. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പാർക്ക് ചെയ്തതിന് 1000 രൂപ ഒരു ബസ്സിന്. എന്താന്ന് വിശദാംശങ്ങൾ അന്വേഷിക്കും. അവരൊരു ഫണ്ട് കണ്ടെത്താനുള്ള മാർഗമായി കണ്ടിട്ടുണ്ടാവും. അത് നിർബന്ധപൂർവ്വം അങ്ങനെയല്ലല്ലോ. അവര് തുറന്നു കൊടുത്തു, അവിടെ പാർക്ക് ചെയ്തു, അതിന് പൈസ വാങ്ങി. സമ്മതിച്ചിട്ടായിരിക്കും. ഇരുകൂട്ടരും തമ്മിലുള്ള സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ആര് പറഞ്ഞു? അപ്പൊ ആരാ ചെയ്തെന്ന് പറഞ്ഞു? ഓ, അത് വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കും. അല്ലാതെ നമ്മൾ അനുവദനീയമായ പാർക്കിങ്ങിന്റെ സ്ഥലത്തല്ലേ. ഇത് സ്വകാര്യ ഇടപാടല്ലേ. അതിപ്പോ കോർപ്പറേഷന്റെ തദ്ദേശ വകുപ്പിന്റെ പരിധി വരുന്ന കാര്യമല്ല അത്. ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങൾ പൊതുവിൽ നമുക്ക് പിന്നീട് പരിശോധിക്കാം.
ഞാനത് പലതവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ലീക്കാവുക എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാരിന്റെ ഒരു സന്ദേശം ആർക്കെങ്കിലും അയച്ചാൽ ഡേറ്റ ലീക്കാവുന്നില്ല. അല്ല, വേറെ മറ്റേതെങ്കിലും നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്ക് ആ ഡേറ്റ കൊടുത്താൽ ശരി. അതുണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. അതുകൊണ്ടല്ലേ പിന്നീട് അത് മുന്നോട്ട് പോകാതിരുന്നത്. നമ്മൾ പണ്ട് വലിയ തലക്കെട്ടുകളും വലിയ ചർച്ചകളും ഒക്കെ ഉണ്ടായതാണ്, ഓർമ്മ ഉണ്ടാവും, സ്പ്രിംഗ്ലർ. അപ്പോ അത് അവസാനം ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിധി വന്നത് എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ തെരഞ്ഞെടുപ്പല്ലേ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില മറ്റേ വാർത്തകൾ തലക്കെട്ടുകളൊക്കെ വരും എന്നതിനപ്പുറം അതിന് ഗൗരവമായ പ്രാധാന്യമില്ല. സർക്കാരിന്റെ സന്ദേശം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ എനിക്ക് കേസ് മാറ്റം കൊടുത്തിട്ടില്ല, നിയമപരമല്ലാത്തൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സർക്കാരിന്റെ മെസ്സേജ് പോവും, സർക്കാരിന്റെ മെസ്സേജുകൾ പോകുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പതിവായിട്ട് ഇമെയിൽ എനിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, മൻ കി ബാത്തിനെ സംബന്ധിച്ചുമൊക്കെ. അതെങ്ങനെയാ? അത് ഇവരാരും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിലൊക്കെ ഒരു ഈ ഇരട്ടത്താപ്പുണ്ട്. നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ബാക്കി എല്ലാവർക്കും എല്ലാം ചെയ്യാം. അല്ല, നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് കൊടുക്കുന്നതിൽ സർക്കാർ ആവശ്യത്തിന് അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, അതൊരു ഗുഡ് ഗവേണൻസിന്റെ ഭാഗമല്ലേ. സർക്കാരിന്റെ പദ്ധതികൾ, സർക്കാർ അറിയിപ്പുകൾ ഇത് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നത് ഗവേണൻസിനെ കൂടുതൽ സുതാര്യമാക്കല്ലേ ചെയ്യുന്നത്. അതിലെന്താ തെറ്റ്? രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചാൽ ശരിയാണ്, ആ പറയുന്നത് മനസ്സിലാക്കാം. സർക്കാർ പദ്ധതികൾ വിശദീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി അറിയിക്കുന്നതിലും അത് യഥാസമയം അപേക്ഷിക്കണമെന്ന് ആളുകളെ ഓർമ്മിപ്പിക്കുന്നതിലും റിമൈൻഡറായിട്ട് അയക്കുന്നതിലും ഒക്കെ തെറ്റെന്താ? അതൊരു ഗവൺമെന്റിന്റെ അക്കൗണ്ടബിലിറ്റി, ഗവൺമെന്റ് ഭരണത്തിന്റെ ട്രാൻസ്പെറൻസി ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. അതിലൊരു തെറ്റുമില്ല.